പിന്നെ നമ്മൾ പവറും പെർഫോമൻസും സ്പേസും അടിപൊളിയാണ്. ഞാനൊരു 5000 കിലോമീറ്റർ ഈ വാഹനം ഓടിച്ചു. അത് ഓടിച്ച് പിറ്റേ മാസം തന്നെ ഞാൻ പുതിയ ഓല പോയി ബുക്ക് ചെയ്തു. ക്യാഷ് കയ്യിൽ നിൽക്കുന്നുണ്ട്. കാരണം ഒരു മലപ്പുറം അല്ലെങ്കിൽ ഒരു കോഴിക്കോടൊക്കെ പോകാനൊക്കെ അത്യാവശ്യം 6 മണിക്കൂറാണ് ഫുൾ ചാർജ്. 16 വാഹനമാണ്. 1,19,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. G4 1,14,000 വരെ ബില്ല് കറക്റ്റ് സർവീസാണ്. ഒതുങ്ങിയ വണ്ടിയിൽ ഇത്രയും പെർഫോമൻസും ഓട്ടോമാറ്റിക് ആയ ഒരു വണ്ടി കൊണ്ടുപോകാം. നല്ലൊരു രസമുള്ള സ്റ്റൈലിഷ് വണ്ടിയാണല്ലേ. അടിപൊളി ക്യൂട്ട് വണ്ടിയാണ്. ഒറ്റ ഓണർ, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ, ഫസ്റ്റ് ക്ലാസ്, ഇൻഷുറൻസ്. 2017 ലാസ്റ്റ് മോഡൽ, ലിമിറ്റഡ് പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ്, ജീപ്പ് കോമ്പസ്. ഒരു ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നും പോയിട്ടില്ല. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡീസൽ ആയതുകൊണ്ട് 23 കിലോമീറ്റർ മൈലേജ് കൺഫേം കിട്ടുന്നുണ്ട്. അതിന്റെ കാര്യത്തിൽ മൈലേജ് ആയിരിക്കും ഡൗട്ട് ഉണ്ടാവില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിൽ നിങ്ങൾ വലിയൊരു ബോർഡ് കാണുന്നില്ലേ, RB മോട്ടോഴ്സ് വണ്ടൂരിലെ സമീറിൻ്റെ RB മോട്ടോഴ്സിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സാധാരണ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. സമീർ ഷോറൂം തുടങ്ങിയ വിവരം എല്ലാവർക്കും അറിയാം. ഒരുപാട് സ്റ്റോക്കുള്ള ഒരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ നമ്മൾ ഷോറൂമിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്യുന്നത്. സമീറെ സ്വാഗതം. സുഖല്ലേ? ഇതായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് പുതിയ ഷോറൂം ഒക്കെ? പുതിയ ഷോറൂം അടിപൊളിയായിട്ട് പോകുന്നു. നമ്മള് വീടിന്റെ തൊട്ട് ഒരു 2 കിലോമീറ്റർ മാറിയിട്ട് പെരിന്തൽമണ്ണ റൂട്ടിൽ തന്നെ, വണ്ടൂര് പെരിന്തൽമണ്ണ റൂട്ടിൽ ഒരു 2 കിലോമീറ്റർ മാറി പുളിയക്കോട് എന്ന സ്ഥലത്താണ്. പുളിയക്കോട് റോഡ് സൈഡിൽ തന്നെ. ഓക്കെ. ഇനി റോഡിൽ നിന്ന് കാണില്ല എന്നുള്ളൊരു പരാതി ആർക്കും ഉണ്ടാവില്ല. ഞാൻ വരുമ്പോ തന്നെ നോക്കിയിട്ട് പെട്ടെന്ന് ഈ ബോർഡൊക്കെ കാണുന്നുണ്ട്. കിട്ടും. അപ്പോൾ ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് തന്നെ കാണും. പണ്ട് വീട്ടുകാർ പോലെ ഉള്ളോട്ടൊന്നും പോകണ്ട ആവശ്യമില്ല. കുറച്ച് ഉള്ളോട്ട് പോകണം. എല്ലാവർക്കും ലൊക്കേഷനിൽ ചിലപ്പോൾ മാപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്തായാലും അവിടെ എന്താ പാട്? വണ്ടികളുണ്ട്. അവിടെ ഒരു ഓൾമോസ്റ്റ് 100 വണ്ടികളുടെ മുകളിലുണ്ട്. അവിടെ എവിടെയായിട്ട്? ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി സ്റ്റോക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ. എല്ലാ സെഗ്മെന്റും ഉണ്ടോ? എല്ലാ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളുണ്ട്. അതുകൂടാതെ നമുക്ക് ഫുള്ള് ലോണും കൂടുതലാണ്. ഫുൾ ഓപ്ഷൻ വാഹനങ്ങളും ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഓഫർ റേറ്റിന് കാണിക്കുന്ന വണ്ടികളൊക്കെ ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റും. എന്തായാലും പ്രത്യേക ഓഫറാണ്. ഉറപ്പായിട്ടും അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകും അല്ലേ? ആദ്യം നമുക്കൊരു ഹെവി സാധനത്തിലൊക്കെ തുടങ്ങാം. പജേറോ സ്പോർട്ടാണ്. അതെ, പജീറോ സ്പോർട്ട്. KL 33 രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. ഈ വാഹനമൊന്നും അല്ല. ഓക്കെ. അതും ഡൽഹിയിൽ കിട്ടുന്ന അതേ പ്രൈസിന് നമുക്ക് കേരളത്തിൽ ഒറിജിനൽ കേരള റീപ്ലേസും ഫ്ലഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം കൊടുക്കാൻ പറ്റും. ഏതാ മോഡൽ? 2014 മോഡല് ഒറിജിനൽ കേരള വാഹനം. ഓക്കെ. 4x4 സ്പോർട്ട് മാനുവൽ. കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? 138 ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഹിസ്റ്ററി ഇപ്പൊ കിട്ടൂല. ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. പ്രോപ്പർ വേറെ തിരിയും അറിയൊന്നുമില്ല. അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ്. KL 33 ചങ്ങനാശ്ശേരി രജിസ്ട്രേഷന്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്, ഇൻഷുറൻസ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല. ഗ്ലാസ്, ഡോറ് ഒന്നും റീപ്ലേസ് ഇല്ല. ഫ്ലഡ് ഇല്ല. ഇൻഷുറൻസിൽ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ടയർ കണ്ടീഷൻ ഓൾമോസ്റ്റ് ഒരു 50% മുകളിൽ ടയർ ഉണ്ട്. വേറെ ഒന്നും ഇപ്പൊ ചെയ്യാനില്ല. ഒന്നും നിലവിൽ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. 4x4 വർക്കിംഗ് ആണ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് വർക്കിംഗ് ആണ്. എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ്. ഒരു അടിപൊളി SUV വേണമെന്നുണ്ടെങ്കിൽ 4x4 കൊണ്ടുപോകാം. അതെ. 14 മോഡൽ വാഹനത്തിന് 10.5 രൂപ മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. 8 ലക്ഷം രൂപ കൊടുക്കാം. 7,99,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. 799 ഈ പജേറോ സ്പോർട്ട് 2014 മോഡൽ 1.30 ഓടിയ വാഹനം. ഒരു ക്ലെയിം ഒന്നുമില്ലാത്ത വാഹനം കൊണ്ടുപോകാം. ഒറിജിനൽ കേരള വണ്ടി. അതെ. ലോണൊന്നും കിട്ടൂല? ലോൺ കിട്ടും. പജീറോ സ്പോർട്ടിന് 60%, അതായത് 6 ലക്ഷം രൂപ ലോൺ കിട്ടും. ഒരു 2 to 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ശരി. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നിലവിലുണ്ട്. 9 ലക്ഷം രൂപ IDV ഉണ്ട്. ലോൺ കിട്ടും. പജീറോ സ്പോർട്ടിന് കിട്ടൂല എന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പജീറോ സ്പോർട്ടിന് കേരള വണ്ടി ആയതുകൊണ്ട് ലോൺ കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ. എന്തായാലും താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തൊരു ഇന്നോവയാണ്. ഇന്നോവ എന്ന് വെച്ചാൽ ഒരുപാടെണ്ണം ഇവിടെ നിരത്തിയിട്ടുണ്ട്. എത്ര കാണിക്കുന്നുണ്ടെന്ന് അറിയില്ല. 8 വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇന്നോവകൾ മാത്രം സ്റ്റോക്ക് ഉണ്ട്. ക്രിസ്റ്റ ആണെങ്കിൽ 5 വണ്ടിയുണ്ട്. അപ്പൊ എത്ര കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പറഞ്ഞത് അപ്പൊ സിൽക്കി ഗോൾഡ് KL 10 റിയ നമ്പർ ആയത്. ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെ? ഒറിജിനൽ ഒറ്റ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. അവിടെയും ഇവിടെ ഒരേ ഓണറാ. ഇന്റർകൂളർ അല്ലത്. ഇന്റർകൂളർ അല്ല. കാരണം അവിടുത്തെ അതേ ഓണർഷിപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറിയതാ. നിലവിൽ 1,86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏതാ മോഡല്? 15V വേരിയന്റ്. 15V ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്.
ഓൾ ഒറിജിനൽ, ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ടയർ പുത്തന്, ബാറ്ററി പുതിയത്, ഇൻഷുറൻസ് 12ാം മാസം വരെ 9.5 ലക്ഷം രൂപ IDV ഉണ്ട്. 15 ഈ ടൈപ്പ് അലോയ്സ് ആണോ വരുന്നത്? 15 ലാസ്റ്റിലാണ് ഈ ടൈപ്പ് വരുന്നത്. സെഡിന്റെ അതേ ഓപ്ഷൻ വരിക. സെഡിന് വരുന്ന ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ് വരും, ഫ്രണ്ട് സൈഡിൽ ബോഡി സ്റ്റിക്കർ വരും. ഇതിന് ബോഡി സ്റ്റിക്കർ വരില്ല, ബാക്കിയൊക്കെ ഒറിജിനൽ. 186 ഓടിയ 2015 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്. അവിടെ ഇവിടെ ഒറ്റ ഓണർ തന്നെയാണ്. അതുമല്ല, അവിടെ ഇവിടെ കറക്റ്റ് ബില്ല് ഹിസ്റ്ററി ഉണ്ട്. ഓരോ വർഷവും കമ്പനി സർവീസ് പോയിട്ടുള്ള വാഹനമാണ്. ഓക്കെ, ഇതിപ്പോ എത്രയാ ചോദിക്കുന്നത് അവിടെ? 1090 15 V ഓപ്ഷൻ ഇന്നോവ. V ഓപ്ഷൻ ആണ്. ഓക്കെ, G4 അല്ല, V ആണ്. കേരള നമ്പർ ആയി കഴിഞ്ഞു. അതെ, കേരളത്തിൽ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പേരിലോട്ട് മാറുക. ലോൺ ആണെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ ഇല്ലാതെ ലോണും ചെയ്യാം. ഓക്കെ, മാക്സിമം കിട്ടും, ഫുള്ള് ലോണും കിട്ടും. നമുക്ക് നല്ല ബാങ്കിങ് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചും കൊടുക്കാൻ പറ്റും. കുറച്ച് കൊടുക്കാം. ലോണ് എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഇനി ഒരു വണ്ടി വേണം, ഇത് തൽക്കാലം കയ്യിൽ പൈസ ഇല്ല, പക്ഷേ ലോൺ അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം ലോൺ. അതെ, തീർച്ചയായും. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത ഇന്നോവയാണ്, ഒരു വൈറ്റ് കളർ KL 71 ആയി അല്ലേ? നമ്പറായി, നിലമ്പൂർ രജിസ്ട്രേഷനിലായി കഴിഞ്ഞു. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 ഡെലിവറി, 16 രജിസ്റ്റർ വരുന്ന 15 മോഡൽ വാഹനം. 15 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. MHൽ UP സിംഗിൾ ഓണർ, ഇവിടെ സെക്കൻഡ് ഓണർ. ഇപ്പം നിലവിൽ സെക്കൻഡ് ഓണറാണ്. അതായത് ഇവിടെ ഒരു ഓണറായി, അല്ലെങ്കിൽ ഇവിടെ 2 ഓണറായി? ഇവിടെ 2 ഓണർ. കാരണം ഇവിടെ 2 ഓണർ ആണ്, അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, വേറെ ഓണറാണല്ലോ. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ഓണർ. ഓക്കെ, സെക്കൻഡ് ഓണർ ആയിട്ടേ ഉള്ളൂ. എന്തായാലും 16 വാഹനമാണ്. 1,19,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. G4 1,14,000 വരെ ബില്ല് കറക്റ്റ് സർവീസാണ്. 23-ലാണ് ലാസ്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് ഒരു പോലീസുകാരനാണ് ഇവിടെ നമ്പറാക്കി ഉപയോഗിച്ചത്. പുള്ളി അവിടെ പോയിട്ട് അവിടുന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തു പോകുന്നതാണ്. കമ്പനി പോയൊക്കെ ചെക്ക്. ഡിക്കി ഗ്ലാസ് അല്ലാതെ ഒരു സാധനം റീപ്ലേസ് ഇല്ല, ഓൾ ഒറിജിനൽ ആണ്. ഡിക്കി ഗ്ലാസ് മാത്രം 17 മാറിയിട്ടുണ്ട്. ശരി, ഓക്കെ. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? 890. ഓക്കെ, കേരള നമ്പർ ആയി കഴിഞ്ഞ 2016 G4 8,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡുവൽ എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന പുതിയ മോഡൽ ലെതർ സീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പുത്തൻ ഇൻഷുറൻസ് ഉണ്ട്, പുതിയ ബാറ്ററി ഉണ്ട്, 2 യോക്കോമയുടെ പുത്തൻ ടയറുണ്ട്, ബാക്ക് ടയർ 50% ഉണ്ട്. ഓക്കെ, വേറെ ആക്സിഡന്റ് റീപ്ലേസുകളൊന്നുമില്ല, ആ ഗ്ലാസ് മാത്രം. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അങ്ങനെ ഇന്നോവ മാറി ക്രിസ്റ്റയിലെത്തി. KL 5 കോട്ടയം രജിസ്ട്രേഷൻ ആയി അല്ല? ഒറിജിനൽ കേരള. 2022 മോഡല് AY ആണല്ലേ? 22 മോഡലാണ്. ഒറിജിനൽ കേരള വാഹനമാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. Z 2.4 ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഇതിന് മുകളിലോട്ട് ഇനി ഡീസലിൽ ക്രിസ്റ്റ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, 2.4 Z ഓട്ടോമാറ്റിക് ഡീസൽ ക്രിസ്റ്റ 2022-ലാണ് ക്രിസ്റ്റ അവസാനമായിട്ട് ഡീസലിൽ നിൽക്കുന്നത്. ആ വണ്ടിയാണ് ആർട്ട് ബ്ലൂ വരുന്ന BS6 എഞ്ചിന്. ഓക്കെ, 14 കിലോമീറ്ററാണ് ഈ വാഹനത്തിന് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത്. എത്ര കിട്ടുന്നുണ്ട് പ്രാക്ടിക്കലി? എന്തായാലും 12-ന്റെ മുകളിലോട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ അത്രയും നീറ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിൽ കിട്ടും, 14 കിട്ടും. 12 എന്തായാലും പ്രതീക്ഷിക്കാം. അതെ, ഓൾമോസ്റ്റ് ഇങ്ങനത്തെ വണ്ടികളെല്ലാം കിട്ടുന്നുണ്ട്. Z ഓട്ടോമാറ്റിക് 2.4. ഒരുപാട് ആളുകൾ 2.4 ഉണ്ടോന്ന്, മൈലേജ് കൂടിയ എഞ്ചിനാണ് 2.4. 2.8 നമ്മുടെ അടുത്തുണ്ട് ഓട്ടോമാറ്റിക്. ഇത് 22 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി. അതായത് 25 വരെയും കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനം. എത്രയാ ഓട്ടം പോയത്? ഇപ്പോൾ 1 ലക്ഷം ഓടിയിട്ടുണ്ട്. 1 ലക്ഷത്തിൽ ഫുൾ കമ്പനി ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്, ഒരു ക്ലെയിമില്ലല്ലോ. ഒരു ഡിക്കി മാത്രം ക്ലെയിം ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെയാണ്. കമ്പനി, അതായത് കമ്പനി എന്നല്ലാതെ പുറത്തുനിന്ന് കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് ക്ലെയിമും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം വണ്ടി എടുക്കുമ്പോൾ. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത്. ഇൻഷുറൻസ് ക്ലെയിം ഹിസ്റ്ററി, വണ്ടിയുടെ ഏത് വാഹനത്തിന്റെ ഹിസ്റ്ററി നമുക്കിപ്പോൾ കിട്ടും. 2-3 ഔട്ട്സൈഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പം നമ്മൾ എല്ലാ വാഹനത്തിൻ്റെ ഹിസ്റ്ററി മാത്രം എടുത്തിട്ട് വണ്ടി എടുക്കുക. ഒരു ഓൾമോസ്റ്റ് ഒരു 499 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടിയുടെയും ഹിസ്റ്ററി കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഇൻഷുറൻസ് ഹിസ്റ്ററിയും ചെക്ക് ചെയ്യാം. വണ്ടിയുടെ നമ്പർ മാത്രം കൊടുത്താൽ മതി. ശരി, ഓക്കെ, അതുകൂടെ എടുക്കാൻ പറ്റിയാൽ ഏറ്റവും ബെറ്റർ. 4 പുത്തൻ ടയറുണ്ട്, 360 ക്യാമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി വീൽസും കാര്യങ്ങളും അതും ചെയ്തിട്ടുണ്ട്. ഡിക്കി ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല കേട്ടോ. കമ്പനി ഹിസ്റ്ററി മാത്രം പോയിട്ടുള്ള വാഹനം 28 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 31 ലക്ഷം രൂപേൻ്റെ മുകളിൽ പോയില്ല. ഇപ്പം നിലവിൽ മാർക്കറ്റിലുള്ള വാഹനമാണ്. 28 ലക്ഷം. 22 മോഡൽ വാഹനം 28 ലക്ഷം രൂപക്ക് ഹോൾസെയിൽ പ്രൈസാണ്. അപ്പോൾ ജസ്റ്റ് 22 മാർക്കറ്റിലൊന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയാൻ പറ്റും അതിന്റെ റേറ്റ്. വണ്ടി ഇപ്പം ഇല്ല, അതാണ് അതിൻ്റെ ഒരു അന്ന് ഏകദേശം 34 രൂപയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. 34 സംതിങ്.
ഇന്നും അതേമാതിരി 32 ലക്ഷം രൂപക്ക് വിറ്റുകൊണ്ട് നിൽക്കുന്ന വാഹനമാണ്. ടൊയോട്ടകളുടെ വണ്ടികളുടെ ഒരു പ്രശ്നമാണ്, ഡിപ്രിസിയേഷൻ വലിയ രീതിയിൽ വരുന്നില്ല, കുറയുന്നില്ല. അതുകൂടാതെ കസ്റ്റമർക്ക് 1.5 ലക്ഷം രൂപൻ്റെ ആക്സറീസ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്തായാലും 2022 വണ്ടി Z 2.4 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അതെ. ഓക്കെ. ലോൺ എത്ര കയറില്ല? ഒരു 28 ലക്ഷം രൂപ കയറും. ഫുള്ളും കയറും. IT വേണം, അതായത് IT ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയും എമൗണ്ട് എടുക്കേണ്ടതെങ്കിൽ എന്തെങ്കിലും ഇത് വേണമല്ലോ. അതെ, ഇൻകം പ്രൂഫ് അവർക്ക് കാണിക്കണം. ഓക്കെ. അടുത്ത ക്രിസ്റ്റയാണ് KL 10 റിയായതാ? 10 റീ ആയതുകൊണ്ട്. ഓക്കെ. എങ്ങനെ? 2016-17 രജിസ്റ്റർ, നിലവിൽ 3rd ഓണർ. ഓക്കെ. 1,18,000 കിലോമീറ്ററാണ് മീറ്ററിൽ കാണിക്കുന്നത്. ജെനുവിൻ അല്ല. 2,20,000 മുകളിൽ സർവീസ് പോയിട്ടുണ്ട് 24. അപ്പൊ എന്താണെങ്കിലും ജെനുവിൻ അല്ല. ഇങ്ങോട്ട് ഇവിടുന്ന് തിരിച്ചതാണ്. ഇത് നിലവിൽ റീ ആയ കണ്ടീഷനിലാണ് നമ്മൾ എടുക്കുന്നത്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അത് തന്നെ നോക്കിയാൽ പോരെ. ശരിക്കും ഇതിന്റെ മുന്നത്തെ വാങ്ങിയ ആളെ ശരിക്കും പറ്റിച്ച, അതായത് ആൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ പോയിട്ട് 1 കിലോമീറ്റർ ചെക്ക് ചെയ്താൽ അവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റിയേനെ. പുള്ളി ഇത് 14,80,000 രൂപക്ക് 6 മാസം മുന്നേ എടുത്തതാണ്. 14,80,000 രൂപക്ക്. ഓൾമോസ്റ്റ് ക്രിസ്റ്റ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് എടുത്തത്. G4 അല്ലേ? G4. ഓക്കെ. അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മീറ്ററിൽ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ജസ്റ്റ് അത് നമ്മളെ സൈഡിൽ നിന്ന് അതായത് വണ്ടി എടുക്കാൻ പോകുന്ന നമ്മളെ സൈഡിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടും നിൽക്കുന്ന ആളുകളുണ്ട്, അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് എവിടുന്ന് വണ്ടി എടുത്താലും പോയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. നിങ്ങളുടെ നോർമൽ ബുദ്ധിയെ ചോദ്യം ചെയ്യാത്ത വിധത്തിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതുപോലെ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും വണ്ടിയുടെ നമ്പർ ഐഡ് വെക്കാത്ത രീതിയിൽ നമ്മൾ വണ്ടി എടുക്കാൻ നോക്കുക. ചില ആളുകൾ ഈ വണ്ടി എടുക്കുന്ന കസ്റ്റമർ ഒരിക്കലും ആ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്പർ കണ്ടിട്ടില്ല. നമ്പർ കാണാതെയാണ് അവർ അഡ്വാൻസ് ചെയ്തത്. MH രജിസ്ട്രേഷനിലാണ്. പിന്നെ അവർ നമ്പർ ആക്കിയത് അല്ല, അവരെന്താ ഹിസ്റ്ററി ഒന്നും ചോദിക്കാണ്ടെന്നേ. അവർ ഈ റീവണ്ടി ആണല്ലോ, പിന്നെ ആ റീവണ്ടിയുടെ ഹിസ്റ്ററി ആരും എടുക്കില്ല എന്നുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും MH അല്ല, ഡൽഹി അല്ല, UP അല്ല, ഹരിയാന അല്ല, ഏത് കേരള വണ്ടി എടുക്കാനായാലും ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്യുക. വെറും 499 രൂപ മതി ഇതിൻ്റെ ഹിസ്റ്ററി കിട്ടാൻ. PDF ആയിട്ട് കിട്ടും നമുക്ക്. ഓക്കെ. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. ടയർ ഭാഗം ഓൾമോസ്റ്റ് 70% മുകളുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ, സീറ്റ് കാര്യങ്ങളൊക്കെ പക്ക. 12.5 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കുക. 17 G4 മാനുവൽ, 16 മോഡൽ, 17 രജിസ്ട്രേഷൻ വരുന്ന G4 മാനുവൽ 12.5 ലക്ഷം രൂപ കൊടുക്കുക. കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒന്നും ചെയ്യാനില്ല. 13,65,000 വരെ വാല്യൂ ഉണ്ട് വണ്ടിക്ക്. വണ്ടിക്ക്. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് വീണ്ടും ക്രിസ്റ്റ. അല്ല പോലെ ചെറിയ വണ്ടിയൊന്നും ഇല്ലേ? ചെറിയ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാണിക്കണം. ഓക്കെ. അപ്പോൾ KL 43 വണ്ടിയാണ്. ഒറിജിനൽ കേരള വാഹനം. അത് ശരി. സിംഗിൾ ഓണർഷിപ്പ്. ഡിക്കി മാത്രം റീപ്ലേസ്, ഗ്ലാസ് മാറിയിട്ടില്ല. കമ്പനി സർവീസ്, ഒറ്റ ഓണർ, 4 പുത്തൻ ടയർ. 16 ലാസ്റ്റ് ഇന്നോവ, 13,90 കേരള വാഹനം, സിംഗിൾ ഓണർ വാഹനം കൊടുക്കാം. G4 16, അതായത് 13,90 16 G4 ക്രിസ്റ്റ അല്ലേ? ഒരു സർവീസ് പോലും പെൻഡിങ് ഇല്ല. ഒരു സർവീസ് പോലും പുറത്തൊന്നും പോയിട്ടില്ല. കമ്പനി എന്നല്ലാതെ ഒരു നെറ്റ് പോലും മാറിയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് കസ്റ്റമർക്ക് നമുക്ക് ന്യൂ ടൈപ്പിലോട്ട് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ട്. ഒരു 12 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ടൈപ്പിലോട്ട് മാറ്റാം. നമ്മളത് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു വെക്കണമെങ്കിൽ നമുക്ക് കസ്റ്റമർ ഈ പറയുന്ന രീതിയിൽ, അതായത് നിങ്ങൾ വണ്ടി എടുത്തിട്ട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊന്നും നമ്മൾ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. പോളിഷോ ഇന്റീരിയർ വാഷോ ഒന്നും വന്നിട്ടില്ല. വന്ന കണ്ടീഷനാണ്. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, ഫുൾ സർവീസ് ബില്ല്, ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ. 13,90 ഒറിജിനൽ കേരള വണ്ടി, 2016 മോഡൽ G4 ഇന്നോവ ക്രിസ്റ്റ കൊണ്ടുപോകാം. ഓക്കെ. ലോണ് ഫുള്ള് കയറുമോ? 15 ലക്ഷം വരെ ലോൺ കയറും. 14,90 15 ലക്ഷം വരെ ലോൺ കയറും. എന്താണെങ്കിലും ഫുള്ള് ലോൺ എന്തായാലും കയറും. ഓക്കെ. അങ്ങനെ നമ്മൾ ക്രെറ്റയിലേക്ക് എത്തി. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതെങ്ങനെയാണ്? 18 ഓട്ടോമാറ്റിക്, സൺറൂഫ്, ന്യൂ ഷേപ്പ്, ഏറ്റവും ടോപ്പ് വേരിയന്റ് 18 ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. ഏറ്റവും ടോപ്പ് സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, ഡയമണ്ട് കട്ട്, വീല് കാര്യങ്ങളൊക്കെ വരുന്ന ന്യൂ മോഡൽ വരുന്ന ഓട്ടം 98,000 ഫുൾ കമ്പനി സർവീസ്, കമ്പനി ഹിസ്റ്ററി. വേറെ മേജർ ആക്സിഡന്റോ ഫ്ലഡോ റീപ്ലേസോ ഒന്നുമില്ല. മൈനർ ആക്സിഡന്റ്, പമ്പറോ അതുമില്ല. പമ്പർ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്, ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? ഓട്ടോമാറ്റിക് 10,400 കൊടുക്കാം.
18 ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ 10,25,000 രൂപയ്ക്ക് ഡീസൽ ഓട്ടോമാറ്റിക് പെട്രോൾ ഡീസൽ ഇറങ്ങിയില്ല ഡീസൽ ഇറങ്ങി നമ്മുടെ അടുത്തുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റ 10,400 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 96,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. ഈ ലോൺ ചെയ്യേണ്ട കസ്റ്റമർക്ക് 11,400 വരെ നമുക്ക് ലോൺ കിട്ടും. കാരണം ഈ വണ്ടിക്ക് പുതിയത് ഇറങ്ങുമ്പോൾ നല്ല വില വന്നിട്ടുണ്ട്. ശരി, മാർക്കറ്റിൽ നല്ല വിലയാണ്. ഓക്കെ, ഇത് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഇതിന്? പെട്രോൾ ഓട്ടോമാറ്റിക് 10-12 അല്ല. ഓക്കെ, അടുത്തത് വെന്യൂ ആണ്. KL 5 കോട്ടയം വണ്ടി. അതെ, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? വെന്യൂ DCT ഓട്ടോമാറ്റിക് ടർബോ. ഓക്കെ, ഏറ്റവും കൂടിയ വേരിയന്റ്. അത് XX ഓപ്ഷൻ വരുന്ന വാഹനം. 19-11 മാസം ഡെലിവറി രജിസ്റ്ററൊക്കെ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഓക്കെ, ഒരു ക്ലെയിമോ റീപ്ലേസോ ആക്സിഡന്റോ ഇല്ല. ടയർ 50% മുകളിലുണ്ട്. ടർബോ DCT എന്ന പവർ അമ്മാര പവറാണ്. പിന്നെ വയർലെസ് ചാർജറും കാര്യങ്ങളൊക്കെ സൺറൂഫ് അടക്കം വരുന്ന വാഹനം. 8,90,000 കൊടുക്കുക. 8,90,000 സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് ടർബോ എഞ്ചിൻ വരുന്ന വാഹനം വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ കയറുമായിരിക്കും അല്ലേ? അതിന് മുകളിൽ ലോൺ കയറും. ഓക്കെ, അതിന്റെ മുകളിലൊന്നും വേണ്ട, ഫുൾ ലോൺ മതി. അതെ അതെ, ഓക്കെ, ഫുൾ ലോൺ നോക്കാം. നിങ്ങളുടെ കയ്യിൽ സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മിനി XUV ടൈപ്പിൽ കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന കോമ്പാക്ട് SUV നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ്. ഇതിന്റെ ഓട്ടം എത്രയാ? ഓട്ടം കറക്റ്റ് 1,10. 1,10,000 അല്ലേ? ഫുൾ കമ്പനി ഹിസ്റ്ററി. 25 ഫെബ്രുവരി വരെ സർവീസ് കഴിഞ്ഞിട്ടാണ് ഈ വാഹനം നമ്മളെ കയ്യിൽ എത്തുന്നത്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഞാൻ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യുന്ന MGയുടെ കോമറ്റ് അല്ലേ? KL 2 കൊല്ലം വണ്ടിയാണ്. അതെ, എങ്ങനെയാ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാ? 23 10 മാസം മാനുഫാക്ചർ. സെവർ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഫസ്റ്റ് ടൈമാ. ഡീലർഷിപ്പിൽ തന്നെ ആദ്യമായിട്ട് എടുക്കുന്നത് ഞാൻ. അതാ ഞാനും നോക്കുന്നേ, ഞാൻ ഇത് ചെയ്തില്ല US-ൽ, അതുകൊണ്ടാണ്. വേറെ ആരും ചെയ്തിട്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, എന്നാൽ ഇതിന്റെ മാർക്കറ്റ് ചോദിക്കാൻ വേണ്ടി ഞാൻ പല സ്ഥലത്തും വിളിച്ചു നോക്കി. ഏത് സ്ഥലത്തും ഇതിന്റെ മാർക്കറ്റ് കിട്ടുന്നില്ല. ഓക്കെ, എന്നിട്ട് കമ്പനി തന്നെ കൊണ്ടുപോയി, കമ്പനി തന്നെ ഞാൻ ചെക്ക് ചെയ്ത് കമ്പനി തന്നെ എടുത്തു. അതുകൊണ്ട് തന്നെ അറ്റൻഷൻ ഇല്ല. 2023 10 മാസം 26 10 മാസം വരെ കമ്പനി വാറണ്ടിയിൽ. 26 10 മാസം. ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് വണ്ടി ഇറങ്ങിയിട്ട് ഇനി 1.5 കൊല്ലം കൂടി ബാലൻസ് ഉണ്ട്. ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ് കമ്പനി കൊടുക്കുന്നത്? എത്ര കിലോമീറ്റർ? അങ്ങനെ 1,20,000 കിലോമീറ്റർ ആണ്. 3 വർഷമാണ് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അത് 2 വർഷം കൂടി കൂട്ടിയെടുക്കാൻ പറ്റും. ടയർ 4 ഇപ്പം ഞാൻ മാറിയിട്ടുണ്ട്. 2 വർഷം വാറണ്ടി ഉള്ള ടയർ ഉണ്ട്. 7 ലക്ഷം രൂപ ID ഉള്ള ഇൻഷുറൻസ് ഉണ്ട് നിലവിൽ. അത് B2B ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നിലവിൽ B2B നമുക്ക് ചെയ്തു കൊടുക്കാം. ഇപ്പം തീരാറായിട്ടുണ്ട്. ഫുൾ ചാർജിൽ എത്ര കിട്ടുന്നുണ്ട്? കമ്പനി 240 പറയുന്നത്. അതൊരിക്കലും ഞാൻ ഓല യൂസ് ചെയ്യുന്ന ആളാണ്. പുതിയത് ഇറക്കി യൂസ് ചെയ്യുകയാണെങ്കിലും കമ്പനി പറയുന്നതിന്റെ 7,000 എത്തുന്നില്ല. 200ന്റെ താഴെയാണ് കിട്ടും. അതന്നെ. പിന്നെ നമ്മൾ പവറും പെർഫോമൻസും സ്പേസും അടിപൊളിയാണ്. ഞാനൊരു 5,000 കിലോമീറ്റർ ഈ വാഹനം ഓടിച്ചു. അത് ഓടിച്ച് പിറ്റേ മാസം തന്നെ ഞാൻ പുതിയ ഓല പോയി ബുക്ക് ചെയ്തു. ക്യാഷ് കയ്യിൽ നിൽക്കുന്നുണ്ട്. കാരണം ഒരു മലപ്പുറം അല്ലെങ്കിൽ ഒരു കോഴിക്കോടൊക്കെ പോകാനൊക്കെ അത്യാവശ്യം 6 മണിക്കൂറാണ് ഫുൾ ചാർജ്. രാത്രി കുത്തിയിട്ട് കടന്നു കഴിഞ്ഞാൽ രാവിലെ നമ്മളെ വീട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ 6 മണിക്കൂർ, പവർ സ്റ്റേഷനിലാണെങ്കിൽ കുറയും. പിന്നെ നമുക്കിതിൽ വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 2 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. കമ്പനി മിറർ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. കാണുമ്പോൾ ചെറിയ വാഹനമാണെങ്കിലും വെയിലും മഴയും കൊള്ളാതെ നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. പവർ എന്ന് പറഞ്ഞാൽ നോർമൽ മൂഡിൽ തന്നെ നമുക്ക് ഭയങ്കര പെർഫോമൻസാണ്. പവറും പിന്നെ സ്പോർട്സ് മോഡ് ഉണ്ട്, സിറ്റി മോഡ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? 6.5 ലക്ഷം രൂപ കൊടുക്കാം. ഇതിന്റെ ഇറങ്ങുമ്പോൾ വില എത്രയാണ്? ഇതിന്റെ ഇറങ്ങുമ്പോൾ 9 സംതിങ്. 6,50,000. എത്ര കിലോമീറ്റർ ഓടി? 40 സംതിങ് ഓടി. കമ്പനി പോയി അതിൻ്റെ കമ്പനി സർവീസിൽ അതിൻ്റെ വാറണ്ടിയിൽ സ്റ്റാരിങ് ബോക്സ് ഒക്കെ ഞാൻ അഡ്വാൻസ് ആയിട്ട് മാറ്റിച്ചു. അവരുടെ സർവീസ് എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മളോട് ചോദിക്കുക സാർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അവർ ചെയ്തു തരാണ് നമുക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ. സാറേ ഒരു ദിവസം കൂടുതൽ ഇടണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ വണ്ടി ഇടും. അല്ല, ഇതിപ്പോൾ എത്ര കോസ്റ്റ് വരുന്നത് സർവീസ്? 600 രൂപ. 5000 കിലോമീറ്ററിൽ ചെക്കപ്പ്, 10,000 സർവീസ്. 1,200 റുപ്യക്കൊക്കെ നമുക്ക് സർവീസ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന വണ്ടിയാണ്. അതായത് ഒരു ഫുൾ ചാർജിന് റേറ്റ് വരുന്നത് 138 രൂപ. 0 to 100 ചാർജ് വരുന്നത് 138 രൂപ. റേഞ്ച് ഒരു 150 to 180, 190 വരെ നമുക്ക് നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ എക്കോമോഡിൽ ഓടിക്കുകയാണെങ്കിൽ കിട്ടും.
എന്തായാലും ലോൺ കയറും ഫുള്ള് ലോൺ കയറും. ഐ ടി ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കയറും. ഐ ടി ഇല്ലെങ്കിൽ ഒരു 90%, വണ്ടിയുടെ 90% ലോൺ കയറും. ഓക്കെ. നല്ലൊരു റെഡ് ബ്രിയോ ആണ്, ഹോണ്ടയുടെ ബ്രിയോ ഹാച്ച് ബാക്ക് വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഓട്ടോമാറ്റിക് 18 ലാസ്റ്റ്, 2018 ഈ വാഹനം അന്നാണ് ലാസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത്. പിന്നെ ഇറങ്ങിയിട്ടില്ല. 18 ലാസ്റ്റ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്, 5 പുത്തൻ ടയർ. ഓക്കെ. ഒരു സർവീസും പെൻഡിങ് ഇല്ല. ഫുൾ കമ്പനി സർവീസിൽ ഓട്ടോമാറ്റിക്കിൽ തന്നെ നമുക്ക് ഇതൊക്കെ വരുന്നത് ഫുൾ ഓപ്ഷൻ ഉണ്ട്. VX ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് അതിൽ വരിക. CVT അല്ലല്ലോ, AT അല്ല വരിക. ഓക്കെ. AT ഗിയർ ബോക്സ് ആണ്. ഒരു ഒതുങ്ങിയ വണ്ടിയിൽ ഇത്രയും പെർഫോമൻസും ഓട്ടോമാറ്റിക് ആയ ഒരു വണ്ടി കൊണ്ടുപോകാം. നല്ലൊരു രസമുള്ള സ്റ്റൈലിഷ് വണ്ടിയാണല്ലേ. അടിപൊളി ക്യൂട്ട് വണ്ടിയാണ്. ഓട്ടം എത്ര ഇത്? 1,00,000 കിലോമീറ്റർ. 1 lakh അല്ല, പെട്രോൾ ആണ്. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം സർവീസ് കോസ്റ്റ് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. ഓക്കെ, അതൊന്നും പേടിക്കണ്ട. കാരണം ഒരു നോർമൽ സർവീസിന് 5 രൂപ ആ റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? 5,25 കൊടുക്കാം. 2018 ഓട്ടോമാറ്റിക്. ഏത് ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ. VX ഫുൾ ഓപ്ഷൻ. 4 യോക്കോമോയുടെ പുത്തൻ ടയർ, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, സിംഗിൾ ഓണർ, സർവീസ് ബുക്ക്, സെക്കൻഡ് ഗിയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഓക്കെ. 5,25,000 രൂപ ഉണ്ടാവും. ഒരു 3 ലോൺ ഫുൾ ലോൺ കിട്ടും. ഓക്കെ. അടുത്ത ഹോണ്ട ജാസ് ആണ്. KL 41 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? 19 ലാസ്റ്റ് വരുന്ന CVT ഓട്ടോമാറ്റിക്കിൽ V ഓപ്ഷൻ. ഓക്കെ. ഓട്ടോമാറ്റിക് 36,000 കിലോമീറ്റർ. 36,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. പേഡൽ ഷിഫ്റ്റിങ്ങും CVT കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. അഡീഷണൽ ആയിട്ട് അടിപൊളി വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ സെറാമിക്കും കാര്യങ്ങളൊക്കെ ഓൺ ദ റോഡിൽ പോയിട്ട് സെറാമിക്കും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ അടിപൊളിയാണ് വണ്ടിന്റെ. 2019 V ഓപ്ഷൻ ഓട്ടോമാറ്റിക് CVT വാഹനം. എത്ര കൊടുക്കുക ഇത്? 6,90. ഇതിന്റെ ഓട്ടം എത്രയാ? 36,000 ലോ കിലോമീറ്റർ വാഹനം. ഫുള്ള് ലോണും ചെയ്യാം. 6,90 ഫുൾ ലോണും കിട്ടും. ഫുൾ കമ്പനി സർവീസ് A to Z. 25 ലാസ്റ്റ് വരെയും അല്ലെ 24 ലാസ്റ്റ് വരെയും കമ്പനി സർവീസ് ഉള്ളതാണ്. ഓക്കെ. പലരും എന്നോട് ചോദിക്കാറുണ്ട് സെമീറിന് മാത്രം എങ്ങനെ ഫുൾ ലോൺ കിട്ടുന്നതെന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ വില അത്രയും ആ ഒരു മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം വില ഇടുന്നത്. ഓക്കെ. വില ഇട്ടിട്ടല്ല ലോണിൻ്റെ കാര്യം നോക്കുന്നത്. ഓക്കെ. വാല്യുവേഷനൊക്കെ ചെയ്തിട്ടാണ് വണ്ടിക്ക് വില ഇടുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വില ഞാൻ ഇടുള്ളൂ. ഓക്കെ. ഓക്കെ. അടുത്തത് ഒരു പ്രീമിയം കോമ്പാക്ട് SUV സെഗ്മെന്റ് അല്ലേ? അതെ. ജീപ്പ് കോമ്പസ് ആണ്. KL 41 രജിസ്ട്രേഷൻ. ഏറ്റവും ടോപ്പ് വേരിയന്റ്, അതായത് ലിമിറ്റഡ് പ്ലസ് ഡുവൽ ടൂൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ്. ഒരു സർവീസ് പോലും ഔട്ട്സൈഡ് ഷോറൂം എന്നല്ലാതെ ചെയ്തിട്ടില്ല. ഫുൾ കമ്പനിന്ന് മാത്രം. അതിന്റെ ബില്ല് ടു ബില്ല് സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഒറ്റ ഓണർ, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. 17 ലാസ്റ്റ് 2017 ലാസ്റ്റ് മോഡൽ, ലിമിറ്റഡ് പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് ജീപ്പ് കോമ്പസ്. ഒരു ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നും പോയിട്ടില്ല. ഓക്കെ. ഓട്ടോ എത്രയാ? 1,20,000. 1,20,000 ഫുൾ കമ്പനി സർവീസ്. 11,45 കൊടുക്കാം. ലിമിറ്റഡ് പ്ലസ് അല്ല? അതെ. 11,45 ഫുള്ള് ലോൺ ചെയ്തു. 2017 വണ്ടി 11,45 കൊണ്ടുപോകും. ലിമിറ്റഡ് പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 10 ലക്ഷം വരെ നമുക്ക് ഒരു IT പ്രൂഫും കാര്യങ്ങളൊന്നും വേണ്ടല്ലേ. 10ന്റെ മുകളിൽ ലോൺ ചാടണമെങ്കിൽ ഇൻകം പ്രൂഫ്, അത് അല്ല ITR ഫയൽ ചെയ്യണം. ഓക്കെ. സ്വിഫ്റ്റ് ഡിസയർ അടുത്ത വാഹനം. ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ. 27,000 കിലോമീറ്റർ. 18 മാനുഫാക്ചർ, 19 ഡെലിവറി, 19 രജിസ്റ്റർ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. വെറും 27,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയാ? നിലവിൽ ഹസ്ബൻഡ് മരിച്ചപ്പോൾ വൈഫിന്റെ പേരിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. പേപ്പറിലെ സെക്കൻഡ് ഓണർ ആയില്ല. അല്ല, ഈ ഒരാൾ മാറാതെ നമ്മൾ എടുക്കരുത്. അവകാശികൾ പിന്നീട് വന്നു കഴിഞ്ഞാൽ ഈ വാഹനം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ശരിക്കും ആരെങ്കിലും ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മളെ മകൻ്റെ പേരിലോട്ടോ അല്ലെങ്കിൽ വൈഫിൻ്റെ പേരിലോട്ടോ മാറിയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചുകൊണ്ട് മാത്രമേ ഞാൻ പറയും. നമ്മൾ കൂട്ടുകാരന് ഇതേപോലെ വാഹനം എടുത്തിട്ട് അവകാശികൾ പിന്നെ വന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ വണ്ടി തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓണർഷിപ്പ് മരിച്ച ആളുണ്ടെങ്കിൽ അവർ മക്കളെ പേരിലോട്ടോ വൈഫിൻ്റെ പേരിലോട്ടോ മാറിയതിന് ശേഷം മാത്രമേ ആ വണ്ടി നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ. ബാക്കി 27,000 കിലോമീറ്റർ. കമ്പനി വന്ന ടയർ. VXI ആണ്. ഡീസൽ പെട്രോൾ ആണ്. മാനുവൽ. CTR കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 ലക്ഷം രൂപക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 6,20,000 ആസ്കിംഗ് പ്രൈസ്. VXI 6 ലക്ഷം രൂപക്ക് ഫൈനൽ ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഒരു ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ കിട്ടും. ഒരു 15 to 17. 17ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഈ സെഗ്മെന്റിൽ വാഹനത്തിന് മൈലേജ് കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലോട്ടോ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം. അവസാനത്തെ വെച്ചാൽ ഇവിടുത്തെ അവസാനത്തെ അല്ല, വീഡിയോയിൽ. ഓക്കെ. ഒരു ബ്ലാക്ക് സണ്ണിയാണ്. KL 35 പാലാ രജിസ്ട്രേഷൻ ആണ്. ഒറിജിനൽ കേരള. ഓക്കെ. എങ്ങനെയാണ്? 2012 മോഡൽ. XL ഓപ്ഷനൽ, ഡുവൽ എയർ ബാഗ്, കമ്പനി ഇൻബിൽഡ് സെറ്റും അതുപോലെ തന്നെ റിയർ AC
ക്ലൈമറ്റ് കൺട്രോൾ AC കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഓപ്ഷനിലല്ല ഓക്കെ RXL ഓപ്ഷനിൽ മിഡിൽ അതിൽ അലോയ് വീല് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അലോയ് വീൽ ഉണ്ടാവില്ല ഇതിന്റെ തൊട്ട് മുകളിൽ അലോയ് വീലും പുഷ് ബട്ടൺ കുറവുണ്ടാവും. അതെ, പുഷ് ബട്ടൺ ഉണ്ടോ? ഇല്ല, കുറയും. ഓക്കെ. വേറെ ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും? ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡീസൽ ആയതുകൊണ്ട് 23 കിലോമീറ്റർ മൈലേജ് കൺഫേം കിട്ടുന്നുണ്ട്. അതിന്റെ കാര്യത്തിൽ മൈലേജ് ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. ഓക്കെ, അത് ബാറ്ററി പുതിയ ആമറോണിന്റെ ബാറ്ററി വെച്ചിട്ടുണ്ട്. 2 ടയർ ഓക്കെയാണ്. ഫ്രണ്ട് ബാക്ക് ടയർ കുറവാണ്. മാറിക്കളാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഈ വർഷം ലാസ്റ്റ് വരെ ഫസ്റ്റ് ക്ലാസ് 2.25 ലക്ഷം രൂപ ഐഡിയ ഉണ്ട്. ഈ വണ്ടിക്ക് 2.25 ചോദിക്കുന്നുള്ളൂ. ശരി, ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ കയറും. ഓക്കെ, 2,75,000 രൂപയ്ക്ക് 2012 XL ഓപ്ഷണൽ. ഒരു ക്ലെയിമും വരാത്ത വാഹനമാണ്. ഇതിന്റെ ബോഡി ഓട്ടോ എത്രയുണ്ട്? 1 സംതിങ് കൂടിയ വാഹനമാണ്. ബോഡി ക്വാളിറ്റിയാണ്. ബ്ലാക്ക് കളറിൽ നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ കഴിയുന്ന ആളുകൾ മാത്രമേ ബ്ലാക്ക് കളർ എടുക്കാൻ പാടുള്ളൂ. കാരണം അത്രയും നീറ്റായിട്ട് കൊണ്ടെടുക്കുന്ന ഒരു വാഹനമാണ്, ഇന്റീരിയർ ആണെങ്കിലും ഔട്ട് സൈഡ് ആണെങ്കിലും. ഓക്കെ, എന്തായാലും ഫുൾ ലോണിൽ ഈ ഒരു നല്ല മൈലേജ് ഉള്ള ഒരു സെഡാൻ കാറ്റഗറി കൊണ്ടുപോകാം. വലിയ മെയിൻ്റനൻസ് സൈഡും പേടിക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ RB മോട്ടോഴ്സിൻ്റെ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. വണ്ടൂരാണ്, മലപ്പുറം ജില്ലയിൽ. വണ്ടൂർ കറക്റ്റ് എവിടെയായിട്ടാ? പുളിയക്കോട്, പെരിന്തൽമണ്ണ റോട്ടിൽ, വണ്ടൂർ ജംഗ്ഷനിൽ പെരിന്തൽമണ്ണ റോട്ടിൽ 2 കിലോമീറ്റർ. പുളിയക്കോട് അതാണ് മെയിൻ റോട്ടിൽ തന്നെയാണ്. എന്തായാലും കാണും. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മളിതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഇവിടെയുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. RB മോട്ടോഴ്സിലേക്ക് എല്ലാ ടൈപ്പ് സെഗ്മെൻറ്റ് വാഹനങ്ങളുണ്ട്. ഇവിടെയും സമീറിൻ്റെ വീട്ടിലെ ആളുകളായിട്ട് ഏകദേശം 10-100-ലധികം വണ്ടികളുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. സമീറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലോഗ് എല്ലാം കിട്ടും. അപ്പോൾ എല്ലാ വാഹനത്തിൻ്റെയും പ്രൈസും ഒരു വണ്ടിയുടെയും നമ്പർ നമ്മൾ മറച്ചു വെക്കൂല. അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്പർ മറച്ചു വെച്ചിട്ടുള്ള വണ്ടി എടുക്കരുത്. അവർ നമ്പർ ചോദിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ നമ്പർ മറച്ചു വെച്ചാൽ അതൊക്കെ നമ്പർ നോക്കിയിട്ട് മാത്രം ഒരു വണ്ടി എടുക്കും. എവിടുന്ന് വണ്ടി എടുത്താലും വണ്ടി ചെക്ക് ചെയ്തിട്ട്. ഓക്കെ, അത്രയും അത് നമ്മളെ റിസ്കിൽ. ഇപ്പം ഞാൻ വണ്ടി എടുക്കുകയാണെങ്കിലും ഞാനും ചെക്ക് ചെയ്തെടുക്കുക. എല്ലാവരും അതേ രീതിയിൽ വണ്ടി എടുക്കാൻ നോക്കുക. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ തൽക്കാലം എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സമീറ, താങ്ക് യു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുത്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.